മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ പ്രധാനമായും ഉള്ളത് ഒരു ആണവായുധം നടക്കുമോ എന്ന ആശങ്കയിലാണ്. ഈ സാഹചര്യത്തിലാണ് ഇറാനിൽ നിന്നും അമ്പരപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ആണവായുധം നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം സമ്പുഷ്ടീകരണത്തിനായി 6000 കേന്ദ്രങ്ങൾ കൂടി ഇറാൻ നിർമ്മിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, പശ്ചിമേഷ്യയിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടുമില്ല. നാൾക്കുനാൾ ഇപ്പോൾ സ്ഥിതി വളരെയധികം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ആണവായുധങ്ങൾ ഉപയോഗിക്കുമെന്ന ആശങ്കയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇസ്രയേലും ഹമാസും തമ്മിലുണ്ടായിരുന്ന സംഘർഷം പ്രധാനമായും ഹിസ്ബുള്ളയും ഉൾപ്പെടെയുള്ള സംഘടനകൾ ഗാസയിൽ ആക്രമണത്തിന്റെ പ്രതികാരമായാണ് ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തിയിരുന്നുള്ളതും പ്രധാന കാരണവും. തുടർന്നാണ് ഇറാനുമായി സംഘർഷത്തിലേർപ്പെട്ടത്. നിലവിലിപ്പോൾ ഇറാനുമായി ഇസ്രയേൽ നേരിട്ടുള്ള യുദ്ധത്തിന്റെ വക്കിലാണ് നിൽക്കുന്നതും. ഇറാനിൽ നിലവിൽ ആണവായുധങ്ങളൊന്നുമില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ നടപടികൾ ഇറാൻ സ്വീകരിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെയാണ് ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനായി ഏകദേശം 6000 യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചതായും ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയെ പ്രധാനമായും അറിയിച്ചത്. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നിവരുമായി നേരത്തെ ജനീവയിൽ ചർച്ച നടത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ഇറാൻ നടത്തിയ ചർച്ച ഫലം കണ്ടില്ലെന്നും നയതന്ത്ര ചർച്ചകൾ തുടരാൻ ഇരു രാജ്യങ്ങളും സമ്മതം അറിയിച്ചിട്ടുമുണ്ട്. ആണവായുധങ്ങൾ നിർമ്മിക്കാൻ സാധാരണയായി 90% വരെ സമ്പുഷ്ടമാക്കിയ യുറേനിയമാണ് പ്രധാനമായും ആവശ്യമായി വരുന്നത്. എന്നാൽ ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയാൻ യുറേനിയം 60% കൂടുതൽ സമ്പുഷ്ടമാക്കരുതെന്നാണ് UN നിബന്ധന മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ നിബന്ധന ഇറാൻ അംഗീകരിച്ചതോടെയാണ് ഈ ചർച്ചകളെല്ലാം പ്രധാനമായും ഉണ്ടായിരിക്കുന്നത്. ഇതിന് പുറമെ നാതൻസ് പ്ലാന്റിൽ 6000 യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ കൂടി സ്ഥാപിക്കാനും ഇറാൻ തീരുമാനിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇത് വളരെ പെട്ടെന്ന് തന്നെ യുറേനിയം സമ്പുഷ്ടമാക്കാൻ ഇറാനെ പ്രാപ്തമാക്കും എന്നതാണ് യാഥാർത്ഥ്യം. ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ പദ്ധതിയില്ലെന്ന് ഇറാൻ പറയുന്നുണ്ടെങ്കിലും ഇറാന്റെ പ്രവർത്തനങ്ങൾ വീണ്ടും ആണവായുധ പരീക്ഷണത്തിലേക്ക് നീങ്ങുന്നതായും സൂചനകൾ നിലനിൽക്കുന്നുണ്ട്. ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾ മാറ്റിവെക്കുന്നതായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അധികാരം ഏറ്റെടുത്താൽ ഇറാനിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട്. 2016-2020 കാലഘട്ടത്തിൽ പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഇറാനിൽ പരമാവധി സമ്മർദ്ദങ്ങൾ ട്രംപ് ചെലുത്തുകയുണ്ടായി. ലോകശക്തികളുമായുള്ള ഇറാന്റെ ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറുമെന്ന് 2015 ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഈ പ്രഖ്യാപനം ഏറെ ചർച്ചകൾക്കാണ് വഴിതെളിച്ചത്. കൂടാതെ ഇറാനെ കടുത്ത സാമ്പത്തിക ഉപരോധവും ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ട്രംപ് വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ എന്താണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നതെന്ന് ഇറാൻ മാത്രമല്ല ലോകരാജ്യങ്ങൾക്കൊന്നും തന്നെ അറിയില്ല. ട്രംപിന്റെ പുതിയ നീക്കങ്ങൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണിപ്പോൾ.